ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു പുതിയ വീഡിയോ ആണ് കാണിക്കുന്നത്. അത് ഉണ്ണിയപ്പം ചുടാനാണ്. അതിലേക്ക് അപ്പക്കാരം വേണ്ട, മൈദയും വേണ്ട, അതൊന്നും ചേർക്കാണ്ട് ചേർക്കുന്ന സാധനങ്ങൾ: ഒരു കപ്പ് പച്ചരി, ഒരു സ്പൂണ് ജീരകം, ഒരു 3 ഏലക്കായൻ്റെ മണി. ഇത് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കണം. നന്നായി പൊടിച്ചെടുക്കുക. ഒരു 3 കായ പഴം നന്നായിട്ട് മിക്സിയിലടിക്കുക. അരി നന്നായിട്ട് പൊടിച്ചതാണ്. ഇതിലേക്ക് ചൂടോടെ തന്നെ ശർക്കര ഒഴിക്കുക. കുറച്ച് ശർക്കര ചൂടോടെ തന്നെ ഒഴിക്കും. നന്നായിട്ട് ഇളക്കുക. ഇനി പഴം അരച്ച് വെച്ചത് അത് ഒഴിക്കുക. നന്നായിട്ട് യോജിപ്പിക്കുക. ബാക്കി വെച്ച ശർക്കരയും കൂടെ ഒഴിക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിക്കുക. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട, പെട്ടെന്ന് ചൂടാം. അന്നേരം തന്നെ ചൂടാം. ഉണ്ണിയപ്പം ചൂടുന്ന കാര നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ തീ ഒന്ന് കുറച്ചിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ്. സ്പൂണോണ്ടാണ് കേട്ടോ കോരി ഒഴിക്കുന്നത്. ഇത് ഞാൻ ഉണ്ണിയപ്പം ചുട്ട് കഴിഞ്ഞു. അതിൽ കുറച്ച് എണ്ണ ബാക്കി ഉണ്ടായിരുന്നു. ആ എണ്ണയിലേക്ക് രാവിലെ ദോശമാവ് ഉണ്ടായിരുന്നു ബാക്കി രാവിലത്തെ. അത് ഇതിലേക്ക് കാരയിലേക്ക് കുറേശ്ശെ ഒഴിക്കുകയാണ്. ഏതായാലും ഇത് ചൂടായി കിടക്കുകയല്ലേ എണ്ണ. നല്ല ടേസ്റ്റാണ്. നല്ല ചമ്മന്തി, ഉള്ളി ചമ്മന്തി ഒക്കെ ഉണ്ടെങ്കിൽ ചായക്ക് കഴിക്കാൻ വേണ്ടി ശരിയാണ്. ഇത് രാവിലത്തെ മാവാണ്. ബാക്കി വന്ന മാവ്
വെച്ചതാ. അപ്പോൾ ചായക്ക് എന്തെങ്കിലും ഒന്ന് ആക്കാൻ വിചാരിച്ച് ചെയ്യണം. ഇത് ഞാൻ കുറച്ചാക്കി വെച്ചതാ. അതാ നല്ല പഞ്ഞി പോലത്തെ. ഇതിന് ചമ്മന്തി ഒക്കെ ഉണ്ട്. ഇവിടെ കഴിഞ്ഞു. ഇനി ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ചൂടാറട്ടെ. ചുട്ടും കൊണ്ടിരിക്കുകയാണല്ലോ. ഉണ്ണിയപ്പം ചുട്ട കാരയിൽ ഇതും കൂടെ ഒഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പഞ്ഞി പോലത്തെ ഉണ്ണിയപ്പം റെഡിയായി. നല്ല രുചിയാണ് ഇങ്ങനെ ചെയ്താൽ. ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാണ്ട് ചെയ്യണേ. ഓക്കേ. ഇത് കഴിക്കാൻ പോവുകയാണ് ഒരു കഷ്ണം. സൂപ്പർ. ബൈ.